മന്ത്രിസഭ അറിയാതെ, പാർട്ടി അറിയാതെ, മുന്നണി അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത്? ഒപ്പുവെക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത്. അത് ചെയ്തില്ല. ഇപ്പൊ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് CPIയെ പറ്റിക്കുകയാണ്, CPIയെ കബളിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത്? അതാണല്ലോ പ്രശ്നം. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു. ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചുവെച്ചു. എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത്? ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ്. CPIയെ കബളിപ്പിക്കുകയാണ്. ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്? എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത്? പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ. ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക. എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക, അതിന്റെ കാല അളവ് പറയാതിരിക്കുക. അത് CPIയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ നിന്ന് വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇപ്പൊ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും, ഞങ്ങളതിനെ പിന്തുണയ്ക്കും. പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 കൊല്ലം മുമ്പ് LDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2500 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. അത് 4.5 കൊല്ലം, 4.25, ഇനിയിപ്പോ എത്ര സമയമുണ്ട്? അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും. മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും. അപ്പൊ ഈ 4.5 കൊല്ലത്തിലധികം കാലം ഇത് ചെയ്തില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ? യഥാർത്ഥത്തിൽ 900 രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ്. 900 രൂപ വെച്ച് കഴിഞ്ഞ ഈ 4.5 കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു 52,000 രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ. അപ്പൊ 2500 രൂപ ആക്കാം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച അധികാരത്തിൽ വന്നിട്ട് 4.5 കൊല്ലം 1 രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. കൂട്ടിയത് നല്ല കാര്യം, 400 എങ്കിൽ 400 കൂട്ടിയത് നല്ല കാര്യം. 5 മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവർ. 5 മാസം പെൻഷൻ മുടക്കിയ ആളാണ്. കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല, ഒരിക്കലും എതിർക്കില്ല. പക്ഷെ 2500 തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് അത് 400 രൂപ കൂട്ടി 2000 ആക്കിയത്. 2500 പ്രഖ്യാപിച്ച് 2500 ആക്കാൻ പാടില്ലേ? ആക്കിയില്ല. ഇനി പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്, അംഗൻവാടിക്കാർക്ക്, ആശാ വർക്കർമാർക്ക് അവർക്ക് 1000 രൂപ കൂട്ടിയെന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം 33 രൂപ. ആശാ വർക്കർമാർ സമരത്തിലായിരുന്നു. ആ സമരത്തെ പരിഹസിക്കുകയും അവരെ അടിച്ചു അമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സർക്കാരാണ്. എന്നിട്ട് ഇപ്പൊ എത്രയാണ്? അവര് ചോദിച്ചത് 700 രൂപയാണ് മിനിമം വേതന ഒരു ദിവസത്തെ. അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 233 രൂപയാണ്. 33 രൂപയും കൂടി കൂടുതൽ കൊടുത്തിരിക്കുക. 33 രൂപയാണ് കൂടുതൽ. കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു. എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് 33 രൂപയാണ്. അത് തെറ്റാണ്. അവരുടെ ഓണറേറിയം ഗൗരവതരമായി വർദ്ധിപ്പിക്കണം. ഇപ്പൊ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ക്ഷേമനിധി 2500 കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത്. അത് കൊടുത്തിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ, ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ 18-19 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ 1800 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തോണ്ട് പോവാണ്. മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല. സപ്ലൈകോയിൽ 2215 കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത്. ഇപ്പൊ പ്രഖ്യാപിച്ചേക്കുന്നത് എത്രയാണ് തരും? 110 കോടി. കളിയാക്കാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വഴിയാണ്. സപ്ലൈകോയ്ക്ക് 2215 കോടി കൊടുക്കാനുള്ളപ്പോ 110 കോടി കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ വലിയൊരു പ്രഖ്യാപനം, പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ ഗ്രാന്റ് കൊടുക്കും. ഞങ്ങള് പറഞ്ഞത് കൊടുക്കുന്നില്ല. കഴിഞ്ഞ വർഷം 500 കോടി പട്ടികജാതിക്കാരുടെയും 112 കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കി. ഇപ്പൊ ജീവനക്കാർക്ക് 1 ഗഡു കൊടുക്കുന്നത് DA ഗഡു. DAയുടെ എത്ര? 6 ഗഡു കുടിശ്ശികയാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കുടിശ്ശികയാണ്. ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കൂടി ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. പേ കമ്മീഷൻ
അപ്പോയിന്റ് ചെയ്ത് അവര് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ കൊടുത്തത് ശുപാർശ നടപ്പാക്കേണ്ട സമയമായി. പേ കമ്മീഷനെ കുറിച്ച് ഒന്നും മിണ്ടാട്ടോ ഇല്ല, കുടിശ്ശികയെ കുറിച്ച് മിണ്ടാട്ടോ ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് പറയാണ് നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു തുടങ്ങിയത്. പച്ചക്കള്ളമാണ്. കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടത്താടുകളുടെ കാലത്താണ്, 1960-ലാണ്. അത് വാർദ്ധക്യകാല പെൻഷനാണ് ആദ്യം കൊടുത്തത്. പിന്നെ 63-ൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു. ഏതാണ് പെൻഷൻ കൊടുത്തത്? അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 300 രൂപയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് 600 രൂപയും പിന്നെ അത് 1000 രൂപയും 80 വയസ്സിൽ കൂടുതലുള്ളവർക്ക് 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. ഇവരെ നക്കിയിട്ടില്ല. ഈ 5 കൊല്ലം തൊട്ടിട്ടില്ലതുമോ. എന്നിട്ടാണ് ഇതിന്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പൊ 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്.